നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്കും ദളിതർക്കും സിനിമ നിർമ്മിക്കാൻ പണം നൽകുമ്പോൾ പരിശീലനം കൂടി കൊടുക്കണം. വിവാദ പരാമർശവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമ നിർമ്മിക്കാൻ സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സർക്കാർ നൽകുന്ന ഫണ്ട് ഉയർത്തിക്കാട്ടി വിമർശനവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. സ്ത്രീകൾക്കും ദളിതർക്കും സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം നൽകുമ്പോൾ അവർക്ക് 3 മാസത്തെ സിനിമ പരിശീലനം കൂടി നൽകണമെന്ന് അടൂർ സിനിമ കോൺക്ലേവ് വേദിയിൽ പറഞ്ഞു. സ്ത്രീകളായതുകൊണ്ട് മാത്രം പണം നൽകരുത്. വെറുതെ പൈസ കൊടുക്കുന്നത് ഒരു രീതിയിലുമുള്ള പ്രോത്സാഹനമല്ല. 3 മാസത്തെ ആഴത്തിലുള്ള പരിശീലനം നൽകിയിട്ട് മാത്രമേ അവർക്ക് സിനിമ നിർമ്മിക്കാൻ അവസരം നൽകാവൂ എന്നും ഇത് ജനങ്ങളുടെ നികുതിപ്പണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഹനത്തെ മറികടക്കുന്നതിനിടെ അപകടം. കാറിടിച്ച് ബൈക്ക് യാത്രികനായ 27-കാരൻ മരിച്ചു. പത്തനംതിട്ട മൈലപ്രയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ പെരുനാട് സ്വദേശി നന്ദു മോഹനനാണ് മരിച്ചത്. അപകടശേഷം കാർ ഓടിച്ച ആൾ രക്ഷപ്പെട്ടു. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് സംശയമുണ്ട്. കാറിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. അപകടത്തിന് പിന്നാലെ 2 പേരും കാറിൽ നിന്നിറങ്ങി ഓടുകയായിരുന്നു. ഇവർ ഉപേക്ഷിച്ചു പോയ കാറിനകത്ത് മദ്യക്കുപ്പികളും ഗ്ലാസും വെള്ളവും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അമിത വേഗതയിൽ പാഞ്ഞെത്തിയ കാർ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന ബൈക്കിൽ ഇടിച്ചുവെന്നാണ് പോലീസിന്റെ നിഗമനം. വിവാഹേതര ബന്ധത്തിൽ പിറന്ന കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമം. മാതാവിന്റെ ആൺസുഹൃത്ത് റിമാൻഡിൽ. മാതാവിന്റെ ആൺസുഹൃത്ത് ജോൺ തോമസ് എന്ന ടോണിയെയാണ് കളമശ്ശേരി കോടതി റിമാൻഡ് ചെയ്തത്. അങ്കമാലി സ്വദേശിയായ യുവതിയിൽ ടോണിക്ക് ജനിച്ച 4 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഉപേക്ഷിച്ച് കടന്നു കളയാൻ ടോണി ശ്രമിച്ചത്. മറ്റൊരു കുടുംബത്തിന് കൈമാറിയ കുട്ടിയെ ശനിയാഴ്ച പുലർച്ചെ അവശനിലയിൽ ആലുവ മുപ്പത്തടുത്തു നിന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഭർത്താവിനോട് പിണങ്ങി ആലുവയിലെ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴാണ് യുവതി പ്രതിയെ പരിചയപ്പെട്ടത്. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ് യുവതി. പ്രതിയായ ടോണിയും വിവാഹിതനും 3 കുട്ടികളുടെ പിതാവുമാണ്. വിവാഹേതര ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെയാണ് ഇരുവരും ചേർന്ന് ഉപേക്ഷിച്ചത്. ഭാര്യ എയ്ഡഡ് സ്കൂൾ അധ്യാപിക. 14 വർഷമായി ശമ്പളമില്ല. ഭർത്താവ് ജീവനൊടുക്കി. പത്തനംതിട്ട നാരായണമൊഴിയിലാണ് സംഭവം. നാരായണമൊഴി സ്വദേശി ഷിജോ ത്യാഗരാജനാണ് ജീവനൊടുക്കിയത്. നാരായണമൊഴി സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപികയാണ് ഷിജോയുടെ ഭാര്യ. 14 വർഷത്തെ ശമ്പളം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിലും DEO ഓഫീസിൽ നിന്നും തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ലായിരുന്നു. ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ ഷിജോയെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീടിന് 1.5 കിലോമീറ്റർ അകലെ വനമേഖലയിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃഷിവകുപ്പിൽ ഫീൽഡ് സ്റ്റാഫാണ് ഷിജോ ത്യാഗരാജൻ. കൊണ്ടോട്ടിയിൽ വാഹനങ്ങൾ മോഷ്ടിച്ച 2 യുവാക്കൾ അറസ്റ്റിൽ. അരീക്കോട് പത്തനാപുരം ചുള്ളിക്കൽ മുഹമ്മദ് നിഹാദ്, അരീക്കോട് വെറ്റിലപ്പാറ ഓരുചോലക്കൽ മുഹമ്മദ് ഷാമിൽ എന്നിവരെയാണ് പിടിയിലായത്. ഒഴുകൂർ സ്വദേശി മുഹമ്മദ് ജുറൈജിന്റെ നിർത്തിയിട്ട സ്പ്ലെൻഡർ ബൈക്കും കീഴ്ശ്ശേരി സ്വദേശി വിഘ്നേഷിന്റെ ആലിൻചുവട് ഭാഗത്ത് നിർത്തിയിട്ട ഫാഷൻ പ്ലസ് ബൈക്കുമാണ് ഇരുവരും ഒരേ ദിവസം മോഷ്ടിച്ചത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് കൊണ്ടോട്ടി പോലീസ് പ്രദേശത്തെ CCTV ക്യാമറകളും മറ്റും പരിശോധിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു. കോഴിക്കോട് കുന്ദമംഗലം ഭാഗത്തു നിന്നാണ് ഇരുവരെയും മോഷ്ടിച്ച ബൈക്കിൽ സഞ്ചരിക്കവേ പോലീസ് പിടികൂടിയത്.